സ്വാശ്രയ കോളേജുകളിൽ യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കരുതെന്ന് ഗവർണർ. സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ UGC ചട്ടം അനുസരിച്ച് മാത്രമേ നിയമനം നടത്താവൂ. കോളേജ് പോർട്ടലിൽ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നും VC-മാർക്ക് അയച്ച കത്തിൽ ഗവർണർ നിർദ്ദേശിച്ചു. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, യോഗ്യതയില്ലാത്തവരെ നിയമിക്കരുത് എന്നാവശ്യപ്പെടുകയാണ് ഗവർണർ. ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ്, എങ്ങനെ കാണാം അതിനെ? അമൃത സൈഫുദ്ദീൻ, ഈ സ്വാശ്രയ കോളേജുകളിൽ യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. നിലവിൽ നിരവധി വിദ്യാർത്ഥികളാണ് ഈ മൂല്യനിർണ്ണയത്തിലെ അപാകത മൂലം, അതായത് യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിച്ചത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികൾ തോറ്റുപോകുന്ന സാഹചര്യമുണ്ട്. അതേ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ മൂല്യനിർണ്ണയത്തിൽ വലിയ പിഴവുണ്ടായി എന്നുള്ളത് ഗവർണറുടെ ഹിയറിംഗിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു. യോഗ്യതയില്ലാത്ത അധ്യാപകരെയാണ് ഈ സ്വാശ്രയ കോളേജുകൾ നിയമിച്ചതെന്ന ഒരു കണ്ടെത്തലാണ് ഹിയറിംഗിൽ ഉണ്ടായത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഗവർണർ വൈസ് ചാൻസലർമാർ കൃത്യമായ ഒരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. UGC നൽകുന്ന മാനദണ്ഡ പ്രകാരമുള്ള യോഗ്യതയുള്ളവരെ മാത്രമേ സ്വാശ്രയ കോളേജുകളിലും അതോടൊപ്പം തന്നെ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത മറ്റു കോളേജുകളിലൊക്കെ തന്നെ അധ്യാപകരെ നിയമിക്കാവൂ. അതോടൊപ്പം തന്നെ ഇവരുടെ അധ്യാപകരുടെ യോഗ്യത അനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ യോഗ്യത വെളിപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ തന്നെ ഈ കോളേജ് പോർട്ടലിൽ ലഭ്യമാകണം. ഈ കർശന നിർദ്ദേശമാണ് ഇപ്പോൾ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും സ്വാശ്രയ കോളേജ് അധ്യാപക നിയമനത്തിൽ വലിയ രീതിയിലുള്ള അധ്യാപകർക്ക് യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്നതുമായി വലിയ പരാതികളാണ് ഗവർണർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ ഗവർണറുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കർശന നിർദ്ദേശമാണ് വൈസ് ചാൻസലർമാർക്ക് ഈ സ്വാശ്രയ കോളേജിലെ അധ്യാപകരെ നിയമിക്കുമ്പോൾ കൃത്യമായ യോഗ്യത പാലിക്കണം. UGC മാനദണ്ഡ പ്രകാരം നെറ്റും അതോടൊപ്പം തന്നെ PhDയും ഉള്ള അധ്യാപകരെയാണ് നിയമിക്കേണ്ടത്. ആ യോഗ്യതയുള്ളവരെ തന്നെ നിയമിക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ, അമൃത. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.